എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ഒരു മേഖലയാണ് പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവികളും ആ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അതിൽ തന്നെ ദേശീയ തലത്തിൽ 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസ്ഥാന തലത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള പ്രധാന പദവികളെ പറ്റി പഠിച്ചു. ഏകദേശം മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പദവികളും നമുക്ക് പഠിക്കാം. പ്രധാനപ്പെട്ട പദവികൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെയും കമ്മീഷനുകളിലെയും മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെയും ഔദ്യോഗിക പദവികളും ആ പദവിയിലിരിക്കുന്ന വ്യക്തികളെയും പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം മുഴുവൻ ചോദ്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തായിട്ട് നിലവിലെ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച 3 ചോദ്യങ്ങളിൽ ഒരെണ്ണം കേന്ദ്രമന്ത്രിയും വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാം. ഞാൻ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൊസിഷൻസ്, ഒരുപാട് പദവികളും പേരുകളും പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് കോഡുകൾ തപ്പി പോകുന്നതിന് പകരം നിങ്ങളിത് വീണ്ടും കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വീണ്ടും വായിച്ച് പഠിക്കുക. കാരണം നിങ്ങൾ 2-3 തവണയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരുകളൊക്കെ ഏകദേശം മനസ്സിൽ നിൽക്കും. നിങ്ങളൊരു പേര് മുഴുവനായിട്ട് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു പേര് കാണാതെ എഴുതേണ്ടി വരത്തില്ല. ഓപ്ഷൻസിൽ ആ പേരുകളുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ നേരത്തെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആവർത്തിച്ച് കേൾക്കുക, അല്ലെങ്കിൽ ആവർത്തിച്ച് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 1, 2, 3 മാർക്ക് കിട്ടുന്ന ഉറപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മിസ്സാക്കരുത്, പഠിക്കാതെ പോകരുത്. ഉറപ്പായിട്ടും പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തേത് റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ, RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. RBIയുടെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. അദ്ദേഹം റിസർവ് ബാങ്കിന്റെ 25ാമത് ഗവർണറാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് SBIയുടെ നിലവിലെ ചെയർമാൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ. ഈ പോയിന്റ് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ് SBIയുടെ നിലവിലെ ചെയർമാൻ. പക്ഷേ അദ്ദേഹം ഓഗസ്റ്റ് 28-ാം തീയതി വിരമിക്കും. ഓഗസ്റ്റ് 28-ന് വിരമിക്കും. അതായത് ഈ മാസം 28-ന് അദ്ദേഹം വിരമിക്കും. അദ്ദേഹത്തിന് ശേഷം ഇനി ചെയർമാനായി നിയമിതനാകാൻ പോകുന്നത് ചല്ല ശ്രീനിവാസലു സെട്ടിയാണ് കേട്ടോ. SBIയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകാൻ പോകുന്നത് ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. അദ്ദേഹം നിലവിൽ SBI മാനേജിംഗ് ഡയറക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ്. അടുത്തത് നിലവിലെ ധനകാര്യ സെക്രട്ടറി TV സോമനാഥനാണ്. നിലവിലെ ധനകാര്യ സെക്രട്ടറി. അടുത്തത് നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ചീഫ് ഫിനാൻഷ്യൽ അഡ്വൈസർ, ഇന്ത്യയുടെ ചീഫ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ V അനന്ത നാഗേശ്വരനാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. അടുത്തത് നബാർഡിന്റെ നിലവിലെ ചെയർമാൻ. നബാർഡ് നിങ്ങൾക്കറിയാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ഷാജി കെ വി ആണ് നബാർഡിന്റെ നിലവിലെ ചെയർമാൻ. അടുത്തത് സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ. സെബി എന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധബി പുരി ബച്ചാണ് സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ. അടുത്തത് LICയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ് LICയുടെ നിലവിലെ ചെയർമാൻ. നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത പദവികളിലേക്ക് പോവാം. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, UIDAI. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ ആധാർ ഒക്കെ നിയന്ത്രിക്കുന്നത് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിന്റെ നിലവിലെ CEO UIDAI, യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അമിത് അഗർവാൾ ആണ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAIയുടെ നിലവിലെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിത് അഗർവാൾ ആണ് കേട്ടോ. അടുത്തത് നീതി ആയോഗിന്റെ നിലവിലെ CEO, നീതി നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO. അടുത്തത് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. ഇമ്പോർട്ടന്റ് ആണ്.
നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ കെ ബറി. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? സുമൻ കെ ബറി. വൈസ് ചെയർമാൻ എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ സുമൻ കെ ബറി, സിഇഒ BVR സുബ്രഹ്മണ്യം. അടുത്തത് നിലവിലെ ലോക്പാൽ ചെയർമാൻ അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാൽ ചെയർമാൻ. ആരാണ്? അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാൽ ചെയർമാൻ. അടുത്തത് നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ചീഫ് ലീഗൽ അഡ്വൈസർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ചീഫ് ലീഗൽ അഡ്വൈസർ ആണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അത് R വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ ചീഫ് ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. നിലവിലെ സൊളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറലിന് താഴെ വരുന്നതാണ്, അസിസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ്. അത് തുഷാർ മേത്തയാണ്. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ സൊളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്തത് നിലവിലെ CAG ഓഫ് ഇന്ത്യ. CAG നിങ്ങൾക്കറിയാം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG ഇന്ത്യയുടെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അടുത്തത് നിലവിലെ UPSC ചെയർപേഴ്സൺ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ ചെയർപേഴ്സൺ പ്രീതി സുധനാണ് നിലവിലെ UPSCയുടെ ചെയർപേഴ്സൺ. PSCയുടെ ചെയർമാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം, MR ബൈജു ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലും ഒരുപാട് പദവികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ പറയുന്ന പല പദവികളും സംസ്ഥാന തലത്തിൽ കേരളത്തിലും ഉണ്ട്. ഞാൻ ആ പേരുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒരേ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് പേരുകൾ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ് കാണാം. സംസ്ഥാന തലത്തിലുള്ള എല്ലാ പദവികളും അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നിലവിലെ SSC ചെയർമാൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിലവിലെ SSC ചെയർമാൻ രാകേഷ് രഞ്ജനാണ് നിലവിലെ SSC ചെയർമാൻ. അടുത്തത് നിലവിലെ UGC ചെയർമാൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ് അല്ലെ, UGC. നിലവിലെ UGC ചെയർമാൻ മമിതല ജഗദീഷ് കുമാർ ആണ് നിലവിലെ UGC ചെയർമാൻ. നിലവിലെ UGC ചെയർമാൻ. അടുത്തത് നിലവിലെ NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനിയാണ് നിലവിലെ NCERTയുടെ ഡയറക്ടർ. ദിനേശ് പ്രസാദ് സക്ലാനിയാണ്. അദ്ദേഹം മറ്റൊരു പദവിയുടെ വഹിക്കുന്നുണ്ട്. NCTയുടെ ചെയർമാൻ സ്ഥാനവും വഹിക്കുന്നത് ദിനേശ് പ്രസാദ് സക്ലാനിയാണ്. NCT എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതാണ് NCT, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതിന്റെ ചെയർമാനും ദിനേശ് പ്രസാദ് സക്ലാനിയാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഒറ്റ ഉത്തരം. നിലവിലെ NCERTയുടെ ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി, നിലവിലെ NCTയുടെ ചെയർമാൻ ദിനേശ് പ്രസാദ് സക്ലാനി. ഓക്കെ, ഓർത്തു വെച്ചേക്കുക. നിലവിലെ CBSE ചെയർമാൻ, CBSEയുടെ നിലവിലെ ചെയർമാൻ രാഹുൽ സിംഗ് ആണ് നിലവിലെ CBSE ചെയർമാൻ. അടുത്തത് നിലവിലെ ISRO ചെയർമാൻ, ISROയുടെ നിലവിലെ ചെയർമാൻ S സോമനാഥ്. നമുക്ക് സുപരിചിതമായ ഒരു പേരാണ്. S സോമനാഥ് ആണ്, മലയാളിയായ S സോമനാഥ് ആണ് നിലവിലെ ISRO ചെയർമാൻ. നിലവിലെ VSSC ഡയറക്ടർ, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായരാണ്, മറ്റൊരു മലയാളിയാണ്. നിലവിലെ VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോൾ ISROയുടെ ചെയർമാൻ S സോമനാഥ്, VSSCയുടെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, അടുത്തത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈയിടെയായിട്ട്. സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ധനജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് കേട്ടോ. DY ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. ഓർത്തു വെച്ചേക്കുക, സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. അദ്ദേഹമാണ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അടുത്തത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ഹീരാലാൽ സമരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്.
ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ കൂടാതെ 2 കമ്മീഷണർമാർ കൂടിയുണ്ട്. ദേശീയ വിവരാവകാശ കമ്മീഷണർമാർ ആനന്ദി രാമലിംഗവും മനോജ് കുമാർ തിവാരിയും. അപ്പോൾ വിവരാവകാശ കമ്മീഷണർ പഠിക്കുമ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. മറ്റ് 2 വിവരാവകാശ കമ്മീഷണർമാർ കൂടിയുണ്ട്, ആനന്ദി രാമലിംഗവും മനോജ് കുമാർ തിവാരിയും. ഇനി ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹം ഇന്ത്യയുടെ 25ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്, മുഖ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇനി 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട്, അത് ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് കേട്ടോ. അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, മറ്റ് 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട്, അത് ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. അടുത്തത് കഴിഞ്ഞ LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്നാണ് ചോദ്യപേപ്പറിൽ വന്നത്. ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയഭാരതി സൈനിയാണ് കേട്ടോ. വിജയഭാരതി സൈനിയാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്, താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ആ സേവനം അനുഷ്ഠിക്കുന്നത്. വിജയഭാരതി സൈനിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ. വിജയഭാരതി സൈനിയാണ്. അരുൺകുമാർ മിശ്ര വിരമിച്ചു കേട്ടോ. അരുൺകുമാർ മിശ്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനായിട്ട് വന്നിരുന്നത്, പക്ഷെ അദ്ദേഹം വിരമിച്ചു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് വിജയഭാരതി സൈനിയാണ്, നോക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ വന്ന മറ്റൊരു ചോദ്യമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ. അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം, മാറിപ്പോകരുത്. പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന, പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ഓക്കെ, മാറിപ്പോകരുത്. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ, മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അടുത്തത് ദേശീയ പിന്നോക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നോക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ് കേട്ടോ. ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ് ദേശീയ പിന്നോക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. സെക്രട്ടറി രാജീവ് രഞ്ജനാണ് ദേശീയ പിന്നോക്ക കമ്മീഷന്റെ സെക്രട്ടറി. ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിറും സെക്രട്ടറി രാജീവ് രഞ്ജനും. ഓക്കെ, അടുത്തത് ദേശീയ ഭിന്നശേഷി വകുപ്പിന്റെ നിലവിലെ ചീഫ് കമ്മീഷണർ, ദേശീയ ഭിന്നശേഷി വകുപ്പിന്റെ നിലവിലെ ചീഫ് കമ്മീഷണർ രാജേഷ് അഗർവാളാണ് ദേശീയ ഭിന്നശേഷി വകുപ്പിന്റെ നിലവിലെ ചീഫ് കമ്മീഷണർ. അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അത് പ്രിയങ്ക് കനുങ്കോയാണ് കേട്ടോ. അടുത്തത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BN ഗംഗാധറാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BN ഗംഗാധറാണ്. അടുത്തത് ദേശീയ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ദേശീയ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ ആ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അടുത്തത് ദേശീയ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ഋത്വിക് പാണ്ഡെയാണ്. ദേശീയ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ഋത്വിക് പാണ്ഡെ. അപ്പോൾ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ, ധനകാര്യ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ഋത്വിക് പാണ്ഡെ, മാറിപ്പോകരുത്. അടുത്തത്
ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ. അടുത്തത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ രഞ്ജിത്ത് വസന്ത് റാവു മോറാണ്. രഞ്ജിത്ത് വസന്ത് റാവു മോറാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ. ഓക്കെ, അടുത്തത് കേന്ദ്ര അറ്റോമിക് എനർജി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേന്ദ്ര അറ്റോമിക് എനർജി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ്. അജിത് കുമാർ മൊഹന്തിയാണ് കേന്ദ്ര അറ്റോമിക് എനർജി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അടുത്തത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ. നമുക്കറിയാം ബാർക്ക് അല്ലേ, ബാർക്കിന്റെ ഡയറക്ടർ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ വിവേക് ഭാസിനാണ്. ബാർക്കിന്റെ ഡയറക്ടർ വിവേക് ഭാസിനാണ് കേട്ടോ. അടുത്തത് സെൻസസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ. സെൻസസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ മൃത്യുഞ്ജയ കുമാർ നാരായൺ ആണ് സെൻസസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ. ആരാണ്? മൃത്യുഞ്ജയ കുമാർ നാരായൺ ആണ് സെൻസസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ. അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ. അടുത്തത് CBIയുടെ നിലവിലെ ഡയറക്ടർ. CBI നമുക്കറിയാം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ നിലവിലെ ഡയറക്ടർ പ്രവീൺ സൂദാണ്. പ്രവീൺ സൂദാണ് CBIയുടെ നിലവിലെ ഡയറക്ടർ. അടുത്തത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവി റോയാണ് അല്ലെ, നമുക്കറിയാവുന്ന ഒരു വാക്കാണ്. റോയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അതിന്റെ മേധാവി രവി സിൻഹയാണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവി രവി സിൻഹയാണ്. അടുത്തത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ. ദേശീയ അന്വേഷണ ഏജൻസി NIA. നമ്മൾ CBI ഒക്കെ പോലെ കേൾക്കുന്ന ഒരു വാക്കാണ് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIAയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ് ദാത്തയാണ്. സദാനന്ദ് ദാത്തയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ. അടുത്തത് റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആൻഡ് CEO ജയവർമ്മ സിൻഹയാണ്. ജയവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും CEOയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും. രണ്ട് പദവിയും വഹിക്കുന്നത് ജയവർമ്മ സിൻഹയാണ് കേട്ടോ. അടുത്തത് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് ചെയർമാൻ. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിന്റെ ചെയർമാൻ ശ്രീനിവാസൻ K സ്വാമിയാണ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിന്റെ ചെയർമാൻ ശ്രീനിവാസൻ K സ്വാമിയാണ്. അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ്? അജയ് കുമാർ സൂദാണ്. അജയ് കുമാർ സൂദാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ്. അജയ് കുമാർ സൂദ്. അടുത്തത് നാഷണൽ മാരിടൈം ഫൗണ്ടേഷൻ ചെയർമാൻ. നാഷണൽ മാരിടൈം ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്മിറൽ R ഹരികുമാർ ആണ്. അഡ്മിറൽ R ഹരികുമാർ ആണ് നാഷണൽ മാരിടൈം ഫൗണ്ടേഷന്റെ ചെയർമാൻ. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? അജയ് കുമാർ ഭല്ലയാണ് ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? രാജീവ് ഗൗബയാണ് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? പ്രമോദ് കുമാർ മിശ്രയാണ് ഇന്ത്യയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? ഗിരിധർ അരമനയാണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി. ഗിരിധർ അരമനയാണ്. അടുത്തത് ദേശീയ സുരക്ഷയുടെ നിലവിലെ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അജിത് ഡോവലാണ് ദേശീയ സുരക്ഷയുടെ നിലവിലെ അഡ്വൈസർ, ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പേരുകളും പദവികളും കൃത്യമായി ഓർത്തു വെച്ചേക്കുക. അടുത്തത് നിലവിലെ DRDO ചെയർമാൻ. നിലവിലെ
DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. നിലവിലെ DRDO ചെയർമാൻ സമീർ വി കമ്മത്താണ് നിലവിലെ DRDO ചെയർമാൻ. അടുത്തത് നിലവിലെ സംയുക്ത സൈനിക മേധാവി, ചീഫ് ഓഫ് ഡിഫൻസ്, ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ്, സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ് നിലവിലെ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അഥവാ ചീഫ് ഓഫ് ഡിഫൻസ്. ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ്. കരസേനയുടെ നിലവിലെ മേധാവി, കരസേന, ഇന്ത്യൻ ആംഡ് ഫോഴ്സ്, ഇന്ത്യൻ ആർമിയുടെ നിലവിലെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനയുടെ നിലവിലെ മേധാവി. വ്യോമസേനയുടെ നിലവിലെ മേധാവി, എയർഫോഴ്സിന്റെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ നിലവിലെ മേധാവി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ്. എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ് വ്യോമസേനയുടെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ നിലവിലെ മേധാവി. അടുത്തത് നാവികസേനയുടെ നിലവിലെ മേധാവി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ നേവിയുടെ നിലവിലെ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് കേട്ടോ. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് ഇന്ത്യൻ നേവിയുടെ നിലവിലെ മേധാവി. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് ജനറൽ അനിൽ ചൗഹാൻ. ഇനി കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും പ്രത്യേകം പേരുകൾ പഠിച്ച് വെച്ചേക്കുക. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ മാധവ് കൗശിക് ആണ്. മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്, കേരള സാഹിത്യ അക്കാദമി അല്ല, മാറിപ്പോകരുത്. ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ വരുമ്പോൾ കേരളമായിട്ട് മാറിപ്പോകരുത്, പ്രത്യേകം തന്നെ പഠിക്കുക. ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷന്റെ പേര് ഇപ്പോൾ പറയത്തിന് കാരണം അതാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ഉപാധ്യക്ഷ കുമുദ് ശർമ്മയാണ് കേട്ടോ. കുമുദ് ശർമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ഉപാധ്യക്ഷ. അടുത്തത് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ, കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ പ്രൊഫസർ വി നാഗ്ദാസ് ആണ്. പ്രൊഫസർ വി നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ. അടുത്തത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർപേഴ്സൺ സന്ധ്യ പുരേച്ചയാണ്. സന്ധ്യ പുരേച്ചയാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർപേഴ്സൺ. സന്ധ്യ പുരേച്ച കേട്ടോ, സന്ധ്യ പുരേച്ച. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നിലവിലെ ചെയർമാൻ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നിലവിലെ ചെയർമാൻ പരേഷ് റാവലാണ്. പരേഷ് റാവലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നിലവിലെ ചെയർമാൻ. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ മിലിന്ദ് സുധാകർ മറാത്തയാണ് കേട്ടോ. മിലിന്ദ് സുധാകർ മറാത്തയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ. അടുത്തത് നാഷണൽ ഫിലിം അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ പോൾ മണലിലാണ്. മലയാളിയായ ഡോക്ടർ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ, ഡോക്ടർ പോൾ മണലിൽ. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. BCCIയുടെ നിലവിലെ പ്രസിഡന്റ്, BCCI എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയാണ് BCCI. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. BCCIയുടെ നിലവിലെ സെക്രട്ടറി ജയ്ഷയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ് ജയ്ഷ. ജയ്ഷയാണ് BCCIയുടെ നിലവിലെ സെക്രട്ടറി. കൂടാതെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റും ജയ്ഷയാണ് കേട്ടോ. അപ്പൊ ജയ്ഷ 2 പദവി വഹിക്കുന്നുണ്ട്. ഒന്ന് BCCIയുടെ നിലവിലെ സെക്രട്ടറി എന്ന പദവിയും പിന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റായും ജയ്ഷയാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അടുത്തത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് AIFF, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് കല്യാൺ ചൗബെയാണ് കേട്ടോ. കല്യാൺ ചൗബെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ്. അടുത്തത് ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്, ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ദിലീപ് കുമാർ ടിർക്കിയാണ്. ദിലീപ് കുമാർ ടിർക്കിയാണ് ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് BFI, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് അജയ് സിംഗ് ആണ്. അജയ് സിംഗ് ആണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്. അടുത്തത് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് നിതിൻ നരംഗ്.
നിതിൻ നരങ്ങാണ് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെ പ്രസിഡന്റ്. നിതിൻ നരങ്ങാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെയും കമ്മീഷനുകളിലെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയും ഔദ്യോഗിക പദവികളും ആ പദവിയിലിരിക്കുന്ന വ്യക്തികളെയും പറ്റി പഠിച്ചു. എല്ലാ ഫാക്റ്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും പോകാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ പദവികൾ എന്ന ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കേന്ദ്ര മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും. ഈ വർഷം നടന്ന പല പരീക്ഷയിലും ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. LDC തിരുവനന്തപുരം പരീക്ഷയിലും ഒരു ചോദ്യം ഉണ്ടായിരുന്നു മന്ത്രിയും വകുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രധാന തസ്തികകൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് മന്ത്രിമാരും വകുപ്പുകളിലേക്കും പോവാം. ഓക്കെ, ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ്, 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. കഴിഞ്ഞ LDC തിരുവനന്തപുരം പരീക്ഷയിൽ ദ്രൗപദി മുർമുവായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. അദ്ദേഹം ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് കേട്ടോ, 14ാമത് ഉപരാഷ്ട്രപതിയാണ്. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭാ അധ്യക്ഷൻ, അതും ജഗദീപ് ധൻഖർ തന്നെയാണ്. ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ആണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണോ അദ്ദേഹമായിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്, അല്ലെ ആ വ്യക്തിയായിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഗദീപ് ധൻഖർ തന്നെയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭ ഉപാധ്യക്ഷൻ, രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭ ഉപാധ്യക്ഷൻ. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭ കക്ഷി നേതാവ്, ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭ കക്ഷി നേതാവ് പാർട്ടി ലീഡർ ആരാണ്? ജഗത് പ്രകാശ് നദ്ദയാണ് കേട്ടോ. BJPയുടെ ദേശീയ പ്രസിഡന്റ് കൂടിയായ JP നദ്ദ, ജഗത് പ്രകാശ് നദ്ദയാണ് രാജ്യസഭ കക്ഷി നേതാവ്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെയാണ്, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റാണ് മല്ലികാർജുൻ ഖാർഗെ. അപ്പോൾ രാജ്യസഭ കക്ഷി നേതാവ് BJPയുടെ ദേശീയ പ്രസിഡന്റായ JP നദ്ദ, രാജ്യസഭ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ. അടുത്തത് ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭ സെക്രട്ടറി ജനറൽ, ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാണ്? PC മോഡിയാണ്, പ്രമോദ് ചന്ദ്ര മോഡിയാണ്. PC മോഡിയാണ് രാജ്യസഭ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ നിലവിലെ ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയുടെ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ഓം ബിർളയാണ് ഇന്ത്യയുടെ നിലവിലെ ലോക്സഭാ സ്പീക്കർ. 2024 ഇലക്ഷൻ ശേഷവും അദ്ദേഹത്തെ തന്നെ വീണ്ടും സെലക്ട് ചെയ്തു ലോക്സഭാ സ്പീക്കറായിട്ട്. ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ നിലവിൽ ആരുമില്ല, ആ പദവി വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. 2019 മുതൽ ആ പദവി, അതായത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പദവി വേക്കൻ്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ മാത്രമേ ഉള്ളൂ, അത് ഓം ബിർളയാണ്. ഇന്ത്യയുടെ നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭ സെക്രട്ടറി ജനറൽ PC മോഡി, മാറിപ്പോരുത് കേട്ടോ. ഇനി നമുക്ക് മന്ത്രിമാരും വകുപ്പുകളിലേക്കും പോവാം. ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പേഴ്സണൽ, പൊതുപരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, സുപ്രധാന നയവിഷയങ്ങൾ, മറ്റ് മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. ഓക്കെ, അപ്പോൾ ഈ പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട വകുപ്പിന്റെ ചോദ്യം വരാൻ സാധ്യത കുറവാണ്, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രിയാണ് അല്ലേ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരവും സഹകരണവുമാണ്. ആഭ്യന്തരവും സഹകരണവുമാണ് അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. അടുത്തത് നിതിൻ ഗഡ്കരി, നമുക്ക് സുപരിചിതമായ ഒരു പേരാണ്. നിതിൻ ഗഡ്കരിയാണ് റോഡ് ഗതാഗത മന്ത്രി. റോഡ് ഗതാഗതം, ഹൈവേ എന്നിവ കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ്. അടുത്തത് JP നദ്ദ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. കേന്ദ്ര ആരോഗ്യമന്ത്രി എന്ന ചോദ്യം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഈ വർഷം തന്നെ ചോദിച്ചതാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? JP നദ്ദയാണ് കേട്ടോ, ജഗത് പ്രകാശ് നദ്ദയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി. ആരോഗ്യം കൂടാതെ കുടുംബക്ഷേമം, രാസവളവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം.
ഇതൊക്കെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ്. അടുത്തത് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ ധനകാര്യം അല്ലേ, നമുക്ക് സുപരിചിതമായ ഒരു പേരാണ് നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അതുകൂടാതെ കോർപ്പറേറ്റ് കാര്യം, കോർപ്പറേറ്റ് അഫയേഴ്സും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എസ് ജയശങ്കർ വിദേശകാര്യം. വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ. കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ്, ഫോറിൻ മിനിസ്റ്ററാണ് എസ് ജയശങ്കർ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് എസ് ജയശങ്കർ. അടുത്തത് മനോഹർലാൽ ഖട്ടർ ഊർജം കൈകാര്യം ചെയ്യുന്നത് മനോഹർലാൽ ഖട്ടറാണ്. അടുത്തത് എച്ച് ഡി കുമാരസ്വാമി കൈകാര്യം ചെയ്യുന്നത് ഖനവ്യവസായം, ഉരുക്ക്. ഇതൊക്കെയാണ് എച്ച് ഡി കുമാരസ്വാമി കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വാണിജ്യം വ്യവസായം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ, ഇമ്പോർട്ടൻ്റ് ആണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ. വിദ്യാഭ്യാസമാണ് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന ചോദ്യവും നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അത് ധർമ്മേന്ദ്ര പ്രധാൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജിതൻ റാം മാഞ്ചി കൈകാര്യം ചെയ്യുന്നത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, MSME, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. അതാണ് MSME എന്ന് പറയുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല കൈകാര്യം ചെയ്യുന്നത് ജിതൻ റാം മാഞ്ചിയാണ്. അടുത്ത ഡോക്ടർ വീരേന്ദ്രകുമാറാണ് സാമൂഹിക നീതി മന്ത്രി. കേന്ദ്ര സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ, സാമൂഹിക നീതി മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. അടുത്തത് രാജീവ് രഞ്ജൻ സിംഗ്, അല്ലെങ്കിൽ ലലൻ സിംഗ് എന്നറിയപ്പെടുന്നു. രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ഇതൊക്കെയാണ് രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലലൻ സിംഗ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത് തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഇത്രയും വകുപ്പുകളാണ് സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് കിഞ്ചാരപ്പു രാംമോഹൻ നായിഡു കൈകാര്യം ചെയ്യുന്നത് വ്യോമയാനമാണ് കേട്ടോ, സിവിൽ ഏവിയേഷൻ ആണ് കിഞ്ചാരപ്പു രാംമോഹൻ നായിഡു കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ഇതൊക്കെയാണ് കേട്ടോ. ഭക്ഷ്യമന്ത്രി അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഹ്ലാദ് ജോഷിയാണ്, കേന്ദ്രമന്ത്രിയാണ് കേട്ടോ, പ്രഹ്ലാദ് ജോഷിയാണ്. അടുത്തത് ജുവൽ ഓറാം കൈകാര്യം ചെയ്യുന്നത് പട്ടികവർഗമാണ് ജുവൽ ഓറാം കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, പ്രധാനപ്പെട്ട വകുപ്പ് റെയിൽവേ ആണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ട്രെയിൻ വൈകി എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മന്ത്രി. അതുകൂടാതെ വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്, IT ഇതും കൈകാര്യം ചെയ്യുന്നുണ്ട്. കേന്ദ്ര IT മന്ത്രി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മന്ത്രി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും അശ്വിനി വൈഷ്ണവ് തന്നെയാണ്. അടുത്തത് ജ്യോതിരാദിത്യ എം സിന്ധ്യ എന്താ കൈകാര്യം ചെയ്യുന്നത്? ആശയവിനിമയങ്ങൾ, വടക്ക് കിഴക്കൻ മേഖല വികസനം. ഇത് രണ്ടുമാണ് ജ്യോതിരാദിത്യ എം സിന്ധ്യ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഈ വകുപ്പുകളാണ് ഭൂപേന്ദ്ര യാദവ് കൈകാര്യം ചെയ്യുന്നത്. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കൈകാര്യം ചെയ്യുന്നത് സാംസ്കാരികം, ടൂറിസം. ഈ രണ്ട് വകുപ്പുകളുമാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. അടുത്തത് അന്നപൂർണ ദേവി കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു വികസനമാണ് അന്നപൂർണ ദേവി കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി അഫയേഴ്സ്, പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷവും. ഇതാണ് കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം.
ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതകം. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇമ്പോർട്ടൻ്റ് ആണ്. മൻസുഖ് മാണ്ഡവ്യയുടെ പേര് പല ചോദ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ, യുവജനകാര്യം, കായികം. അപ്പോൾ കേന്ദ്ര സ്പോർട്സ് മന്ത്രി, തൊഴിൽ മന്ത്രി അല്ലെങ്കിൽ യൂത്ത് അഫയേഴ്സ് യുവജനകാര്യ മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻസുഖ് മാണ്ഡവ്യാണ് കേട്ടോ. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യാണ്. ഓക്കെ, അടുത്തത് ജി കിഷൻ റെഡ്ഡി. കൽക്കരി ഖനിയാണ് ജി കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത്. ചിരാഗ് പസ്വാൻ കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സംസ്കരണമാണ് ചിരാഗ് പസ്വാൻ കൈകാര്യം ചെയ്യുന്നത്. സി ആർ പാട്ടിൽ കൈകാര്യം ചെയ്യുന്നത് ജലശക്തിയാണ് സി ആർ പാട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം നിങ്ങൾ 2 പേരും കൂടെ പഠിക്കണം. കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 2 സഹമന്ത്രിമാരുണ്ട്. അത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. അപ്പോൾ ഈ 2 പേരുടെ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട പദവികളും ആ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളെയും പറ്റി നമ്മൾ പഠിച്ചു. ഏകദേശം മുഴുവൻ ഫാക്റ്റും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. കാരണം നമ്മളിപ്പോൾ ഈ വർഷത്തെ പരീക്ഷകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിക്കുക. മറ്റ് പദവികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മന്ത്രിമാരും വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം LDC തിരുവനന്തപുരം പരീക്ഷയിലും 3 ചോദ്യങ്ങൾ ദേശീയ തലത്തിൽ നിന്ന് ചോദിച്ചപ്പോൾ, പദവികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അതിലൊന്ന് മന്ത്രിയും വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു. 1 മാർക്ക് അല്ലെങ്കിൽ 1-2 മാർക്ക് നിങ്ങൾ കളയാതിരിക്കുക ഈ മേഖലയിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.